ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ബലൂണാണ് കേട്ടോ ഈ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർപ്രൈസും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുതേ. സാധാരണ ദിവസം പോലെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടിയായിരുന്നു ബലൂൺ വീർപ്പിക്കുക എന്നുള്ളത്. ഹസ്ബൻഡിൻ്റെ കൂടെ അനിയത്തിയും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഉള്ളത് കാരണം ഓൾക്ക് ഇത് പറ്റൂല. അപ്പം ഞാനായിരുന്നു കേട്ടോ ഇതിൻ്റെ മെയിനായിട്ട് ബലൂൺസ് വീർപ്പിച്ചുകൊണ്ടിരുന്നത്. അനിയത്തി ഒരു 11:45 ആകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് റൂംസ് നിറച്ചും ബലൂൺസ് ഫില്ല് ചെയ്യാന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള ബലൂൺസാണ് ഇത് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീർപ്പിച്ചിട്ട് പൊട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഏകദേശം 11:15 ആയിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് ബലൂൺ എങ്ങാനും പൊട്ടി ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സർപ്രൈസ് ഒക്കെ വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ലെങ്തിൽ വീർപ്പിക്കുന്നില്ല. വെള്ളം തന്നെ ചില ബലൂണിനകത്ത് ആണെങ്കിലും ഗിൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എനിക്കിങ്ങനെ ബലൂൺ വീർപ്പിച്ച് സർപ്രൈസ് കൊടുക്കേണ്ട ആ ഒരു മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഓരോ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുമ്പോഴും. ഏകദേശം ഒരു 10-25 ബലൂണിൽ കൂടുതൽ നമ്മൾ വീർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ആകെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനിയത്തി വരുന്നവരെ സമയം ഇരിക്കുന്ന കാരണം ഞാൻ 1-2 കൂടി വീർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ കേക്കൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മെഴുകുതിരി കത്തിക്കാനുള്ള അങ്ങനത്തെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ 12:45 സംതിങ് ഒക്കെ ആയിട്ടുണ്ടാവും. അതാണ് നമ്മളിതേ കേക്കൊക്കെ സെറ്റാക്കി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂൺസൊക്കെ ഇതേ പെറുക്കി നമ്മൾ റൂമിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പോവുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റൊന്നും ഇടുന്നില്ല കേട്ടോ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ട് ബലൂണൊക്കെ അവിടെ കൊണ്ട് ഇടട്ടെ എന്ന് വിചാരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഏട്ടൻ സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒന്നാമത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണത് തന്നെ. അതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരാളെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സക്സസ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഏട്ടൻ തന്നെ ചെറുതായിട്ട് ഞെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി ചതിക്കാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കിയത് കാരണം പിന്നെ നമ്മൾ അധികം ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ വിഷസ് ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല കേട്ടോ. വളരെ സീക്രട്ടായിട്ട് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോൻ്റെ ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും. അതേപോലെ തന്നെ ലൈറ്റിങ്ങും ഒട്ടും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു കുഞ്ഞ് ഒരു മൊമെൻറ്റ്, നല്ലൊരു മൊമെൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.